ക്രൂരതകളുടെയും അനന്തരഫലമെന്നോണം ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഉദരത്തിലിരുന്ന് കേഴുന്ന പിഞ്ചു ജീവനുകളെ നമ്മളിൽ പലരും കാണാതെ പോകുന്നു. ആ രോദനങ്ങൾ നെഞ്ചിലേറ്റിയ ക്രിസ്തീയ മൂല്യങ്ങൾ മുറുകെ പിടിച്ച ഒരമ്മ, സ്വപ്നമാലാക. രചന കാതറിൻ ആൻഡോ, സംവിധാനം CP ആൻഡോ. വേദിയിൽ ശ്രീ ജോസ്ബൻ OK, CP ആൻഡോ, കാതറിൻ ആൻഡോ, ഷൈനി ഫ്രാൻസിസ്, ദീപ പോളി, സോന ഷിൻഡോ. മാസ്റ്റർ റയാൻ റജി, ബേബി റൈന റജി, ബേബി ഹെന്ന മരിയ ബെന്നി, മാസ്റ്റർ ഏഞ്ചലോ ഡിജോ, മാസ്റ്റർ ഷോൺ പോളി, ബേബി ഏഞ്ചലീന OS, ബേബി നൈസ നോബി. സ്വപ്നമാലാക. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. സ്വന്തം ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞിട്ടും ഉദരത്തിലുള്ള കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ അർബുദത്തിനുള്ള ചികിത്സ മാറ്റിവെച്ച ഒരമ്മ. ചെറിയ കാരണങ്ങൾ കണ്ടെത്തി ഗർഭസ്ഥ ശിശുവിനെ നശിപ്പിക്കുന്ന അമ്മമാർക്ക് മാതൃകയാകേണ്ട ഒന്നാണ് സ്വപ്ന എന്ന അമ്മയുടെ ജീവത്യാഗം. ഇത് കഥയല്ല, പച്ചയായ അനുഭവങ്ങളിലൂടെ തുറന്നു കാണിക്കുന്ന ജീവിത സാക്ഷ്യം. നാം എല്ലാവരും വചനം കേൾക്കുന്നവരും വായിക്കുന്നവരും ധ്യാനിക്കുന്നവരുമാണ്. എന്നാൽ വചനം ജീവിച്ച വചനത്തിന് എങ്ങനെ സ്വന്തം ജീവൻ നൽകി സാക്ഷിയാകാം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തന്ന സ്വപ്ന ട്രേസി. മരണം സംഭവിക്കാം എന്നറിവോടെ തൻ്റെ 8ാമത്തെ കുഞ്ഞിന് വേണ്ടി സ്വമനസാലെയുള്ള സ്വപ്ന ട്രേസിയുടെ ജീവത്യാഗം. 7 കുഞ്ഞുങ്ങളെ അനാഥരാക്കാതെ രോഗചികിത്സയ്ക്കായി തൻ്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ അപായപ്പെടുത്തുന്ന ചികിത്സാ മുറകൾ സ്വീകരിക്കാൻ ഉപദേശിച്ചവരോട് അവൾ പറഞ്ഞു, എൻ്റെ 7 കുഞ്ഞുങ്ങളെ ആർക്കും വളർത്താം, എന്നാൽ എൻ്റെ ഉദരത്തിലെ ശിശുവിന് ജന്മം നൽകാൻ എനിക്ക് മാത്രമേ സാധിക്കൂ. സിസ്റ്റർ, അടുത്ത ആളെ വിളിക്കൂ. ശരി ഡോക്ടർ. നമ്പർ 8 സപ്ന, വരൂ. സപ്ന, ഇരിക്കൂ. നല്ല ക്ഷീണം കാണുന്നുണ്ടല്ലോ. ഭക്ഷണം നന്നായി കഴിക്കുന്നില്ലേ? ഇത് 9ാം മാസം തുടക്കമാണ്. നല്ല പോലെ ശ്രദ്ധിക്കണം. നല്ല കാര്യം കൊടുക്കുന്നുണ്ട് ഡോക്ടർ. ഛർദി നല്ല പോലെ ഉണ്ട്. സിസ്റ്ററെ,
BP-യും ബ്ലഡും ടെസ്റ്റ് ചെയ്യണം. വെയിറ്റ് നോക്കണം. ശരി ഡോക്ടർ. നമുക്ക് ഓങ്കോളജി ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യമായി ചെയ്യേണ്ടതുണ്ട്. അത് വൈകിയാൽ സപ്പനയുടെ ജീവൻ തന്നെ അപകടത്തിലാകും. സപ്പന ഒരു നേഴ്സല്ലേ? സപ്പനയ്ക്ക് ഈ രോഗത്തിൻ്റെ സീരിയസ്നെസ് അറിയാമല്ലോ. എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലാക്കിയിട്ടുള്ള ഒരു ചികിത്സയും വേണ്ട. എല്ലാം പ്രസവത്തിന് ശേഷം മതി. സർജറിയും കീമോയും. ഡോക്ടർ, BP 120/80, വെയിറ്റ് 62. BP നോർമലാണ്. വെയിറ്റ് അല്പം കൂട്ടണം. സപ്പനയുടെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല അല്ലേ? ഈ കുഞ്ഞുങ്ങളെ അനാഥരാക്കാനാണോ സപ്പനയുടെ തീരുമാനം? എൻ്റെ 7 കുഞ്ഞുങ്ങളെ ആർക്കും വളർത്താം. എന്നാൽ എൻ്റെ ഉദരത്തിലെ ശിശുവിന് ജന്മം നൽകാൻ എനിക്ക് മാത്രമേ സാധിക്കൂ. സപ്പന, ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പിടിവാശി പാടില്ല. നിങ്ങളുടെ 8 കുഞ്ഞുങ്ങൾക്കും അമ്മയില്ലാത്ത ഒരവസ്ഥ. അമ്മമാരാണ് കുഞ്ഞുങ്ങൾക്ക് താങ്ങും തണലുമാകേണ്ടവർ. എത്രയോ അമ്മമാരാണ് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നത്. ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ചുമതല നമുക്കുണ്ട്. ജീവനെ ഒരിക്കലും നശിപ്പിക്കാനുള്ള അവകാശം നമുക്കില്ല ഡോക്ടർ. സപ്നയുടെ മരണശേഷം ജോജുവും മക്കളുമായുള്ള ഏതാനും നിമിഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോയാലോ? പപ്പ, നമ്മുടെ അമ്മച്ചി ഇത്രയും ഈശോയെ സ്നേഹിച്ചിട്ട് എന്തിനാണ് അമ്മച്ചിയെ ഇത്ര വേഗം കൊണ്ടുപോയത്? അതെ മോനു, ഈശോയ്ക്ക് കൂടുതൽ ഇഷ്ടമുള്ളവരെ ചിലപ്പോഴൊക്കെ വേഗം വിളിക്കാറുണ്ടെന്ന് അമ്മച്ചി തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ? മോൻ പറഞ്ഞതാണ് ശരി. അത്രമേൽ ഈശോ നമ്മുടെ അമ്മച്ചിയെ സ്നേഹിച്ചു എന്നതിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. നന്ദി യേശുവേ എന്ന് പറയാൻ പറ്റണം. അങ്ങനെയെങ്കിൽ ഞാൻ കുറുമ്പ് കാട്ടി ചീത്ത കുട്ടിയായി നടക്കണമെന്നാണോ? അപ്പോൾ കുറെ കാലം ജീവിക്കുമോ പപ്പ? അങ്ങനെയൊന്നും പറയുക പോലും വേണ്ടാട്ടോ. അങ്ങനെ ചിന്തിക്കുക കൂടി ചെയ്യരുത് മോനെ. ഈശോയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്നും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും ഞങ്ങൾക്ക് പറഞ്ഞുതാ പപ്പ. പപ്പ പപ്പ, നീ വാവ കരയാണ്. അവൾക്ക് അമ്മേനെ കാണണമെന്ന്. ചേടാ, എന്താ വാവേ, എന്തു പറ്റി? ഇങ്ങോട്ട് വാ മോളൂ. പപ്പ പപ്പ, എനിക്ക് അമ്മേനെ കാണണം. എത്ര ദിവസമായി അമ്മേനെ കണ്ടിട്ട്. അമ്മോട് മോളുടെ അടുത്തേക്ക് വരാൻ പറ പപ്പ. പപ്പ, എത്ര ദിവസമായി മോൾക്ക് അമ്മ മാമു തന്നിട്ട്. കരയല്ലേ വാവേ, കരയല്ലേ. നമുക്ക് ജീവനും ജീവിതവും തരുന്നത് ദൈവമാണ്. ഇവിടെ ഏത് കാര്യത്തിലും നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നടക്കേണ്ടതെന്ന് നാം തിരിച്ചറിയണം. സൃഷ്ടാവിനാണ് സൃഷ്ടിയെ എങ്ങനെ രൂപപ്പെടുത്തണമെന്നതിൻ്റെ അവകാശം. ഈ ലോകജീവിതത്തിൽ ദൈവം നമുക്ക് തന്ന കൊച്ചു ജീവിതം അവിടുത്തെ ഇഷ്ടം പോലെ തന്നെ ജീവിച്ചു തീർക്കാൻ നാം പരിശ്രമിക്കണം. അതിനുള്ള ശക്തിക്കായി പ്രാർത്ഥിക്കണം. നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷവും ദൈവദാനമാണെന്ന തിരിച്ചറിവോടെ നന്ദി നിറഞ്ഞ മക്കളായി നാം മുന്നോട്ട് നീങ്ങണം കേട്ടോ. ശരി പപ്പ. ഇത് മനുഷ്യത്വത്തിൻ്റെ മഹാപ്രഭാവമാണ്. സ്ത്രീത്വത്തിൻ്റെ പൂർണ്ണതയാണ്.
ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. ഈ മഹാസത്യത്തെ വാരിപ്പുണർന്ന 7 പൊന്നോമന മക്കളെ ഈ മനോഹര ഭൂമിയിലേക്ക് തന്ന് താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത 8ാമത്തെ കുഞ്ഞിനു വേണ്ടി സ്വന്തം ജീവൻ ബലി കഴിച്ച ത്യാഗമതിയായ ഒരമ്മ, പ്രപഞ്ചം പോലും വിറങ്ങലിച്ചു നിൽക്കുന്ന ഗർഭഛിദ്രം എന്ന കൊലപാതകത്തിന് കൂട്ടുനിൽക്കുന്ന വ്യക്തികളുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിയാണ് ഈ അമ്മയ്ക്ക് പറയാനുള്ളത്. അമ്മയുടെ പൊന്നോമന ഉറങ്ങിക്കോ, അമ്മ എപ്പോഴും കൂടെയുണ്ട് കേട്ടോ. അച്ചായാ, ആരാ അത്? അച്ചായന്റെ ഡേസിയാ. അച്ചായൻ കരയാണല്ലേ? എന്താ എന്നോട് വെറുപ്പാ അച്ചായന്? എന്നെ വെറുക്കല്ലേ അച്ചായ? ഇല്ല, ഒരിക്കലുമില്ല. നിന്നെ വെറുക്കാൻ ഒരിക്കലും എനിക്കാവില്ല. പക്ഷേ പിള്ളച്ചേട്ടനോ? എന്താടോ തൻ്റെ മുഖത്തൊരു മ്ലാനത? ലോകം മുഴുവൻ സന്തോഷത്താൽ ആറാടുമ്പോൾ താൻ മാത്രം എന്താ ഇങ്ങനെ? തൻ്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന അനുഭവങ്ങളാണ് എനിക്ക് കിട്ടുന്നത്. താൻ കാണുന്നില്ലേ എൻ്റെ ആ വീട്? ഈ ഭൂമിയിലെ ഏറ്റവും വലിയ നരകമായിട്ടാണ് എനിക്കത് തോന്നാറുള്ളത്. എൻ്റെ വീട് എൻ്റെ ഡെയ്സി ഒരു ദേവാലയമാക്കി തന്നു. ആരും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഈ കൊച്ചു ഭവനം ഭൂമിയിലെ സ്വർഗമാക്കി തന്നു. എല്ലാം ശരി തന്നെയാ പിള്ളച്ചേട്ടൻ. അകത്ത് കിടന്നിറങ്ങുന്ന 7 കുരുന്നുകൾ. അവർ കണ്ണു തുറക്കുമ്പോൾ ഇന്നലെ വരെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന അവരുടെ അമ്മ ഇനി അവരുടെ കൂടെ ഉണ്ടാവില്ല എന്ന സത്യം അവർ തിരിച്ചറിയുമ്പോൾ ആധുനിക യുഗത്തിൽ വളർന്നു വരുന്ന അവരിൽ ആരെങ്കിലും ഒരാൾ ഉത്തരം മുട്ടുന്ന ചോദ്യങ്ങൾ വലന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നുമില്ലടോ. താൻ ഭയപ്പെടുകയൊന്നും വേണ്ട. ആയിരക്കണക്കിന് ജനങ്ങൾ ഡെയ്സിയുടെ മൃതസംസ്കാരത്തിൽ പങ്കെടുത്തു. ഒരു വിശുദ്ധയുടെ ശവമടക്കനാണ് നിങ്ങൾ പങ്കെടുക്കുന്നതെന്ന് വൈദികൻ സാക്ഷ്യപ്പെടുത്തിയപ്പോൾ കോരിത്തരിപ്പോടെ ഞാനത് നോക്കി നിന്നു. തൻ്റെ മക്കളുടെ മുഖത്തേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്ന അവരുടെ മുഖത്ത് ആ നിമിഷം സന്തോഷത്തിൻ്റെ തീനാളങ്ങൾ തെളിയുന്നത് ഞാൻ കണ്ടു. മക്കൾ ഒരിക്കലും അത് കേൾക്കണോ? ഈ കുട്ടികളാണോ നിങ്ങളെ വേദനിപ്പിക്കുന്നു എന്ന് പറയുന്നത്? മദർ തെരേസയുടെ ത്യാഗത്തിന്റെ കഥകൾ സുഹൃത ജപമായി കൊണ്ടു നടക്കുന്ന തൻ്റെ മക്കൾ ഒരിക്കലും അവരുടെ അമ്മ ചെയ്ത ത്യാഗത്തെ മറക്കുകയില്ല. എനിക്കത് ഉറപ്പുണ്ട്. ഈ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് അഭിമാനമാണ് തോന്നുന്നത് പിള്ളച്ചേട്ട. സ്വന്തം കുടുംബത്തെയും മാതാപിതാക്കളെയും മറന്ന് കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ പാഞ്ഞ് കൊടിയ പാപത്തിൻ്റെ ചേറ്റുകുഴിയിൽ മുങ്ങിക്കുളിച്ച് ഒടുവിൽ അവിടെ നിന്ന് കിട്ടുന്ന ജീവൻ എന്ന സമ്മാനത്തെ നിഷ്കരുണം നശിപ്പിച്ച് അഴുക്കുചാലിലൂടെ ഒഴുക്കിവിടുന്ന പുതിയ തലമുറയ്ക്ക് മുൻപിൽ ഈ കുഞ്ഞിനെ ഞാൻ ഉയർത്തിപ്പിടിക്കും. ജീവൻ എന്ന മഹാദാനത്തിൻ്റെ വില ഈ കുഞ്ഞിൻ്റെ അമ്മയുടെ ജീവനേക്കാൾ വിലയുള്ളതാണെന്ന് ഞാൻ ഉറക്കെ പറയും. താൻ ചെയ്യുന്ന ക്രൂരകൃത്യത്തിൻ്റെ ആഴം മനസ്സിലാക്കാതെ സ്വന്തം ഉദരത്തെ അറവുശാലയാക്കുന്ന ദുഷിച്ച തലമുറയ്ക്ക് 7 ജന്മമെടുത്താലും തപസ്സിരുന്നാലും ആ മഹാപാപത്തിൻ്റെ കറ കഴുകിക്കളയാനാവുകയില്ല. എൻ്റെ മകനും മരുമകളും ആ ക്രൂരകൃത്യത്തിന് കൂട്ടുനിൽക്കുന്ന ആതുര സേവന രംഗത്ത് പ്രശസ്തരാണെന്ന് ഓർക്കുമ്പോൾ എൻ്റെ ഇടനെഞ്ച് പൊട്ടുകയാണ്. എല്ലാം മാറും പിള്ളച്ചേട്ടാ, എല്ലാം മാറും. എൻ്റെ ഡെയ്സിയുടെ ത്യാഗമറിഞ്ഞ ഈ ലോകത്തിൽ ഒരാൾക്കെങ്കിലും മാറ്റമുണ്ടായാൽ അത് മതി എനിക്ക്.
തൻ്റെ ഡെയ്സി ഏറ്റവും കൂടുതൽ പരിഹസിച്ചത് എൻ്റെ മകൾ ആതിരയാണ്. സഹപ്രവർത്തകരുടെ മുമ്പിൽ വെച്ചും സദസ്സിൽ വെച്ചും ഒരുപാട് അപമാനിച്ചു. പക്ഷേ ക്യാൻസർ എന്ന മഹാരോഗത്തിന്റെ പിടിയിലമർന്ന് പടയുമ്പോൾ അവൾ പറഞ്ഞ വാക്കുകൾ തനിക്ക് ഓർമ്മയില്ലേ? ഈ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ എനിക്കല്ലേ പറ്റൂ, വേറെ ഒരു അമ്മയ്ക്കും പറ്റില്ലല്ലോ. ആ വാക്കുകൾ ഈ ലോകത്തിന്റെ നെഞ്ചിലേക്ക് അസ്ത്രം പോലെ തുളച്ചു കയറുമടോ. ജെൻസി മോളെ, അവരെല്ലാം എന്തിയേ? പപ്പ, പ്രാർത്ഥനയ്ക്ക് ശേഷം അവര് വീണ്ടും ഉറങ്ങിപ്പോയി. എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട്. പപ്പ കാപ്പി കുടിച്ചോ? ഇല്ല. അല്ലല്ല, കുടിച്ചു മോളെ. പപ്പ കള്ളം പറയാ അല്ലേ? എന്നും കാപ്പി തരാറുള്ള ആള് ഇപ്പൊ ഇവിടെ ഇല്ല അല്ലേ പപ്പ? ഇല്ല മോളെ, അമ്മ എങ്ങും പോയിട്ടില്ല. അമ്മ ഇവിടെ തന്നെയുണ്ട്, നമ്മുടെ അരികിൽ തന്നെ. എന്താണോ വിൻസെന്റ് ഇത്? താൻ വെറുതെ കുട്ടിയെ സങ്കടപ്പെടുത്താതെ ഒരു കാപ്പി വേണേൽ ഞാൻ വെച്ചു തരാം. ഒന്നും വേണ്ട പിള്ളച്ചേട്ടാ. എൻ്റെ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ അല്പം ഒന്ന് പതറി. ഒരു മനുഷ്യനല്ലേ ചേട്ടാ ഞാൻ. പപ്പ ഒന്നുകൊണ്ട് സങ്കടപ്പെടേണ്ട. പപ്പയുടെ മക്കൾക്ക് ഒരു വിഷമവുമില്ല. ലോകത്തിന് മഹത്തായ സന്ദേശം നൽകി ജീവത്യാഗം ചെയ്ത അമ്മയോർത്ത് ഞങ്ങൾക്ക് അഭിമാനമാണുള്ളത്. അമ്മയുടെ ത്യാഗത്തിന്റെ പിന്നിലെ സത്യം മനസ്സിലാക്കി പശ്ചാത്താപത്തോടെ ഒരാൾ ഞങ്ങളെ വിളിച്ചിരുന്നു. ആരാ മോളെ അത്? ആതിര ആന്റി, പിള്ളച്ചേട്ടന്റെ മകൾ. ഇത് സത്യമാണോ മോളെ? സത്യം. ഞങ്ങളെ കെട്ടിപ്പിടിച്ച് ആന്റി ഒരുപാട് കരഞ്ഞു. നിങ്ങളെ പോലെയുള്ള കുരുന്നുകളെ ഞാൻ ഒരുപാട് നശിപ്പിച്ചിട്ടുണ്ടെന്നും ഇനി ഒരിക്കലും ഞാൻ അത് ചെയ്യുകയില്ലെന്നും സത്യം ചെയ്തു പറഞ്ഞു. മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പിള്ളച്ചേട്ടാ. ഇതൊരു കൊടുങ്കാറ്റായി മാറണം. ആ കാറ്റ് പാപത്തിന്റെ സങ്കേതങ്ങളെ തകർത്ത് സാത്താന്റെ പിടിയിൽ നിന്നും മക്കളെ രക്ഷിച്ചെടുക്കും. കൊതുകുകളെ കൊല്ലുന്ന ലാഘവത്തോടെ ജീവന്റെ തുടിപ്പിന് ശാസ്ത്രീയമായി കൊന്നൊടുക്കുന്ന ആതുര സേവന രംഗത്തുള്ളവർ ചിന്തിക്കൂ. ലോകം കാണാത്ത കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് കൊടിയ പാപമാണ്. ദൈവത്തിന്റെ കോടതിയിൽ നിങ്ങൾക്ക് മാപ്പില്ല. നമ്മുടെ മനസ്സും ആത്മാവും ചൈതന്യ നിർഭയമായിരിക്കണമെങ്കിൽ ജീവിതത്തെക്കുറിച്ച് പ്രത്യാശ നിറഞ്ഞ ചിന്തകൾ ഉണ്ടാവണം. ഒരാൾ ദൈവത്തെ അന്വേഷിക്കേണ്ടത് യുവത്വത്തിലാണ്, അല്ലാതെ ജരാനരകൾ ബാധിച്ചു കഴിഞ്ഞല്ല. മരങ്ങൾ ശാഖകൾ പൊട്ടിവിടർത്തി വളരുന്നത് പോലെ നമ്മളും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വളർന്നുകൊണ്ടേയിരിക്കണം.